Hello friends, welcome back to my channel Clare's Colloquy. So today we are moving forward to the part 2 of our second chapter, that is natural resources. So today we are going to learn about renewable and non-renewable resources and their differences and so on. So കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പാർട്ട് 1 വാട്ട് ഈസ് നാച്ചുറൽ റിസോഴ്സസ് ആൻഡ് ഇറ്റ്സ് ടൈപ്പ് ഒക്കെ പഠിച്ചു. സോ ഇന്ന് നമ്മൾ അതിൻ്റെ കണ്ടിന്യൂവേഷൻ ആണ്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ വന്ന് ചോദിക്കുക. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ദിസ് വീഡിയോ among your friends and subscribe my channel. So let's move on to our classes. So, the first topic that we are going to cover today is renewable resources. That is, renewable resources are replenished through natural cycles or through human efforts. Renewable resources are mutually dependent. Renewable resources എന്ന് പറയുന്നത് natural cycles മൂലം വീണ്ടും create ആവും. And they are mutually dependent. That is, forest is dependent to plants. Forestൽ plants വേണം, plantsന് soil വേണം. And they are dependent to air and insects. So that renewable resources are mutually dependent to each other. So some example renewable resources are soil, forest, air, etc. Geothermal power is a form of renewable energy created by powering electrical generators with the heat of earth. എർത്തിൻ്റെ ഹീറ്റ് മൂലം വർക്ക് ചെയ്യുന്ന റിന്യൂവബിൾ എനർജീനെയാണ്, ഒരു ടൈപ്പ് ഓഫ് റിന്യൂവബിൾ എനർജിയാണ് ജിയോതെർമൽ പവർ. ആൻഡ് റിന്യൂവബിൾ റിസോഴ്സസ് പ്രൊവൈഡ്സ് സസ്റ്റൈനബിലിറ്റി. നമുക്ക് വീണ്ടും യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ സോളാർ എനർജി, വിൻഡ് എനർജി, ഓഷൻ എനർജി. ദീസ് എനർജീസ് ക്യാൻ ബി യൂസ്ഡ് മോർ ആൻഡ് മോർ. നമുക്ക് വീണ്ടും യൂസ് ചെയ്യാം. ഇറ്റ് വിൽ നോട്ട് ഗെറ്റ് ഡിപ്ലേറ്റഡ്. സോ ദ നെക്സ്റ്റ് ടോപ്പിക് ഇസ് നോൺ റിന്യൂവബിൾ റിസോഴ്സസ്. റിസോഴ്സസ് വിച്ച് കൻ നോട്ട് ബി റിപ്ലനിഷ്ഡ്. അതായത് റിന്യൂവബിൾ റിസോഴ്സിൻ്റെ നേരെ ഓപ്പോസിറ്റ്. റിന്യൂവബിൾ റിസോഴ്സിനെ പോലെ വീണ്ടും ഫോം ചെയ്യാൻ പറ്റില്ല. ഡ്യൂ ടു അവർ എക്സ്പ്ലോയിറ്റേഷൻ ദേ ആർ ഡിപ്ലീറ്റഡ് വെരി ഫസ്റ്റ്. അതായത് വീണ്ടും പെട്ടെന്ന് തന്നെ ഡിപ്ലീഷൻ മൂലം, നമ്മൾ കൂടുതൽ യൂസേജ് മൂലം അത് ഇല്ലാണ്ടായി പോവുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് പോയിന്റ് ഇസ് mineral resources are called stock resources because they can be extracted from earth only once. It is a very slow process due to geochemical concentration which took millions of years to form. അതായത് നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വരാം ടെക്സ്റ്റിൻ്റെ ഉള്ളിൽ നിന്ന്. വാട്ട് ഈസ് മീൻ ബൈ സ്റ്റോക്ക് റിസോഴ്സസ്? സ്റ്റോക്ക് റിസോഴ്സ് എന്ന് വെച്ചാൽ മിനറൽ റിസോഴ്സിനെ തന്നെയാണ്, മറ്റൊരു പേരാണ് സ്റ്റോക്ക് റിസോഴ്സസ്. സോ ഈ മിനറൽ റിസോഴ്സസ് എന്ന് പറയുന്നത് നമ്മുടെ എർത്തിൻ്റെ അകത്ത് നിന്നും ഓൺലി വൺസ് മാത്രം നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുന്ന റിസോഴ്സസ് ആണ് മിനറൽ റിസോഴ്സസ്. കോൾ, പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് ആർ കോൾഡ് ഫോസിൽ ഫ്യൂവൽസ് ബിക്കോസ് ദേ ആർ ഫോംഡ് from dead remains of plants and animals buried long ago. Then fossil fuels are non-renewable കാരണം it took a slow process. Next point is they are not environmental friendly. They may cause health issues, cannot be regenerated within a short period of time. അതായത് എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി അല്ല നോൺ റിന്യൂവബിൾ റിസോഴ്സസ്, കാരണം അത് ഒരുപാട് പൊല്യൂഷൻസിലേക്ക് വഴിതിരിക്കും. സോ നെക്സ്റ്റ് ഡിഫറൻസസ് ബിറ്റ്വീൻ റിന്യൂവബിൾ ആൻഡ് നോൺ റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജി. ഡിഫറൻസ് എന്ന് പറയുന്നത് റിന്യൂവബിൾ റിസോഴ്സ് എന്താ നമുക്കറിയാം, നോൺ റിന്യൂവബിൾ റിസോഴ്സ് എന്താ നമ്മളിപ്പോൾ പഠിച്ചു. സോ ആ പോയിന്റ്സ് വെച്ച് തന്നെ നമുക്ക് ഡിഫറൻസ് ഉണ്ടാക്കാൻ പറ്റും. സോ ദ ഫസ്റ്റ് ഡിഫറൻസ് ഇസ് renewable resources can be replenished while non-renewable resources cannot be replenished. Second point is renewable resources are inexhaustible while non-renewable resources are exhaustible. Third point is renewable resources will not cause any pollution while non-renewable resources causes pollution. Renewable resources are not affected by human activities while non-renewable resources are affected by human activities. നമ്മൾ നേരത്തെ പഠിച്ച കാര്യങ്ങൾ തന്നെയാണിത്. So the next topic is types of natural sources of energy. There are two types of natural sources of energy. They are conventional source of energy and non-conventional source of energy. So first, conventional source of energy. These resources have been in use for a long time. These resources are exhaustible. They cause pollution due to emission of smoke and ash. They are very expensive. Then they are very expensive. For example, coal, natural gas and petroleum are very expensive. That's an example of conventional sources of energy.
So the second one is non-conventional sources of energy. Resources which are in process of development for recent decades. Still now they are under development. Okay. So they are inexhaustible, pollution free, they are less expensive. Then expensive, for example, solar energy, biomass, wind, biofuel, etc. are examples for non-conventional source of energy. നെക്സ്റ്റ് സ്ലൈഡ് എന്ന് പറയുന്നത് നാച്ചുറൽ റിസോഴ്സ് ആൻഡ് എൻവയോൺമെന്റൽ ഇഷ്യൂസ് ആണ്. നമുക്കറിയാം നാച്ചുറൽ റിസോഴ്സ് ആർ ഗെറ്റിംഗ് ഡിപ്ലീറ്റഡ് ഡേ ബൈ ഡേ. സോ ഒരുപാട് എൻവയോൺമെന്റൽ ഇഷ്യൂസും ഉണ്ട്. ഡെവലപ്ഡ് ഏരിയാസ് കൺസ്യൂം മോർ എമൗണ്ട് ഓഫ് നാച്ചുറൽ റിസോഴ്സസ് ദാൻ ഡെവലപ്പിംഗ് കൺട്രീസ്. അതായത് ഓൾറെഡി ഡെവലപ്ഡ് ആയ കൺട്രീസ് നാച്ചുറൽ റിസോഴ്സിന്റെ യൂസ് ഒരുപാട് കൂടുതലായിരിക്കും വെൻ കമ്പയർഡ് ടു ഡെവലപ്പിംഗ് കൺട്രീസ്. ഫോർ എക്സാമ്പിൾ US ഈസ് എ ഡെവലപ്ഡ് കൺട്രി. അപ്പോൾ അവിടെ നാച്ചുറൽ റിസോഴ്സിന്റെ കൺസംഷൻ വളരെ കൂടുതലാണ്. നമ്മൾ ഇന്ത്യനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യ ഈസ് എ ഡെവലപ്പിംഗ് കൺട്രി. സോ ദ നെക്സ്റ്റ് പോയിന്റ് ഇസ് അഡ്വാൻസ്ഡ് കൺട്രീസ് ആർ പ്രൊഡ്യൂസിംഗ് 75% ഓഫ് ഗ്ലോബൽ ഇൻഡസ്ട്രിയൽ വേസ്റ്റ്, പൊല്യൂഷൻ ആൻഡ് ഗ്രീൻ ഹൗസ് ഗ്യാസസ്. അതായത് ഇത്തരം ഡെവലപ്ഡ് കൺട്രീസ് 75% ഓഫ് ഗ്ലോബൽ ഇൻഡസ്ട്രിയൽ വേസ്റ്റും പൊല്യൂഷനൊക്കെ പുറപ്പെടുവിക്കുന്നത് ഇത്തരം അഡ്വാൻസ്ഡ് കൺട്രീസ് ആണ് എന്നാണ് പറയുന്നത്. അർബനൈസേഷൻ ആൻഡ് ഇൻഡസ്ട്രിയലൈസേഷൻ ഒക്കെ ഒരു വലിയ എൻവയോൺമെന്റൽ ഇഷ്യൂ ആയിട്ട് മാറിയിരിക്കുകയാണ്. It's time to rethink and to conserve our environment. നമ്മൾ ഇപ്പോഴെങ്കിലും ചിന്തിച്ച് പ്രവർത്തിച്ചില്ലെങ്കിൽ വരും കാലത്തേക്ക് നമ്മൾ ദുഃഖിക്കേണ്ടി വരും. ഓക്കെ, സോ ഈ എൻവയോൺമെന്റ് പൊല്യൂഷൻ നേരിടുന്ന കുറച്ച് ഫാക്ടേഴ്സ്, റിസോഴ്സസ് ആണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ഇസ് ലാൻഡ്. ലാൻഡ് എൻവയോൺമെന്റൽ ഇഷ്യൂ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഹ്യൂമൻ പോപ്പുലേഷൻ കൂടുന്നതനുസരിച്ച് ലാൻഡ് അഗ്രികൾച്ചറൽ പ്രോസസ്സിനായിട്ട് നമ്മൾ യൂസ് ചെയ്യും. അപ്പോൾ അതിനുവേണ്ടി ഒരുപാട് ഫോറസ്റ്റും പ്ലാന്റ്സ് ഒക്കെ നമ്മൾ കട്ട് ഡൗൺ ചെയ്തിട്ടാണ് ലാൻഡിൽ അഗ്രികൾച്ചർ ഒക്കെ നടത്തുന്നത്. ആൻഡ് അറ്റ്ലീസ്റ്റ് 10% ഓഫ് എക്കോസിസ്റ്റം എങ്കിലും ഇന്ന് നമ്മൾ പ്രൊട്ടക്ട് ചെയ്താൽ മാത്രമേ ഇൻ ഫ്യൂച്ചറിലേക്ക് നമുക്ക് നിലനിൽക്കാൻ പറ്റുള്ളൂ. ഓക്കെ, സോയിൽ ഇറോഷൻ, പിന്നെ ലാൻഡ് ഡിഗ്രഡേഷൻ, ഇതൊക്കെ നമ്മുടെ എക്കോസിസ്റ്റത്തിനെ അഫക്റ്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ലാൻഡ്. വെൻ കമ്മിങ് ടു സോയിലിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ബേസിസ് ഓഫ് അഗ്രികൾച്ചർ ഇസ് സോയിൽ. സോയിലാണ് നമ്മൾ എന്ത് കൃഷിയും ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ഓവർ യൂസ് ഓഫ് കെമിക്കൽസ്, മറ്റ് പൊല്യൂട്ടൻസ്, ടോക്സിക്സ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കൃഷിക്ക് അഗ്രികൾച്ചറിൽ തന്നെ യൂസ് ചെയ്യുമ്പോൾ ഈ സോയിൽ ഡിസ്ട്രോയ് ചെയ്യപ്പെടും. ആ ടെക്സ്ചർ ഫുൾ ഡിസ്ട്രോയ് ചെയ്യപ്പെടും. ആൻഡ് ഡംപിങ് ഓഫ് ഡൊമസ്റ്റിക് റെഫ്യൂസസ്, സീവേജ്, ഇൻഡസ്ട്രിയൽ വേസ്റ്റ് ഒക്കെ നമ്മുടെ സോയിൽ പൊല്യൂഷന് കാരണമാകും. നെക്സ്റ്റ് വാട്ടർ ഇസ് പ്രഷ്യസ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ഇന്നും വാട്ടർ പൊല്യൂട്ട് ചെയ്യപ്പെടുകയാണ്. ഈ പൊല്യൂട്ട് ചെയ്യപ്പെട്ട അൺസേഫ് ആയിട്ടുള്ള വാട്ടറാണ് ഇന്ന് ഒരു മെജോറിറ്റി ഓഫ് പീപ്പിളും യൂസ് ചെയ്യുന്നത്. ഇറ്റ്സ് നോട്ട് സേഫ് ഫോർ ഡ്രിങ്കിങ്. ഓക്കെ, സോയിൽ ഇറോഷൻ, ഡിഗിങ് ഓഫ് മിനറൽസ് ഫ്രം റോക്സ്, ഡീക്കേയിങ് ഓഫ് ഓർഗാനിക് മാറ്റർ ഓൾസോ അഫക്ട് സോയിൽ. മാൻമെയ്ഡ് പൊല്യൂഷൻസ് ഒക്കെ വാട്ടറിനെ പൊല്യൂട്ട് ചെയ്യുന്നു. നെക്സ്റ്റ്, എയർ. Rapid industrialization and urbanization leads to air pollution. Air pollution occurs when gases, dust particles, smoke, and other harmful elements spread in atmosphere. So next, solid waste. ഈ സോളിഡ് വേസ്റ്റ് എന്ന് പറയുന്നത് ഈ വേസ്റ്റ് എക്സാമ്പിൾസ് ആണ്. ഹൗസ് ഹോൾഡ് വേസ്റ്റ്, ഇൻഡസ്ട്രിയൽ വേസ്റ്റ്, ഹോസ്പിറ്റൽ വേസ്റ്റ്, ഇതൊക്കെ സോളിഡ് വേസ്റ്റിന് എക്സാമ്പിൾ ആണ്. അപ്പോൾ ഇത് ലാക്ക് ഓഫ് പ്രോപ്പർ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ദിസ് വേസ്റ്റ് ആൻഡ് ഇതൊന്നും ഡിസ്പോസ് ചെയ്യാനുള്ള ഒരു പ്രോപ്പർ സ്ട്രക്ചർ ഇല്ലാത്തത് കൊണ്ട് തന്നെ ദേ ക്രിയേറ്റ്സ് ആൻ എൻവയോൺമെൻറ്റൽ ഇഷ്യൂ. നെക്സ്റ്റ് വൺ ഈസ് സാനിറ്റേഷൻ ഇഷ്യൂ. ഇന്നും ഒരുപാട് സ്ഥലങ്ങളിൽ ശുചിത്വത്തിൻ്റെ ആവശ്യകത മനുഷ്യർ അറിഞ്ഞിട്ടില്ല. സോ ദേ ഹാവ് ഇൻഅഡ്യൂക്കേറ്റ് സാനിറ്റേഷൻ ആൻഡ് ഹൈജീനിക് പ്രാക്ടീസസ്. അതുകൊണ്ട് തന്നെ ലാക്സ് ആൻഡ് ലാക്സ് ഓഫ് ചിൽഡ്രൻ ഇന്ന് മരിക്കുന്നു. ഇത് കാരണം. സോ ഇതൊക്കെ സാനിറ്റേഷൻ ഇഷ്യൂസ് മൂലം ഡയേറിയ, കോളറ, ജോണ്ടിസ്, അതായത് മഞ്ഞപ്പിത്തം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഉണ്ടാകുന്നു. അതൊക്കെ ഹെൽത്തിനെ വരെ ബാധിക്കുന്നു. നെക്സ്റ്റ് വൺ ഇസ് ഗ്ലോബൽ വാർമിംഗ്. ഗ്ലോബൽ വാർമിംഗ് എന്ന് വെച്ചാൽ ഇൻക്രീസിങ് ടെമ്പറേച്ചർ ഓഫ് സർഫേസ്, എയർ ആൻഡ് ഓഷ്യൻ. ടെമ്പറേച്ചർ കൂടുന്നത് അത് ഫോസിൽ ഫ്യൂവൽസിൻ്റെ എമിഷൻ മൂലമാകാം, അല്ലെങ്കിൽ ക്ലോറോ ഫ്ലൂറോ കാർബൺസിൻ്റെ എമിഷൻ മൂലമൊക്കെ ടെമ്പറേച്ചർ കൂടുന്നു. ആൻഡ് ഫോറസ്റ്റ് ഫയർ, ബേണിംഗ് ഓഫ് അഗ്രികൾച്ചറൽ വേസ്റ്റ് റിലീസസ് മീഥെയിൻ ആൻഡ് നൈട്രസ് ഔട്ട്സൈഡ്. നെക്സ്റ്റ് ഇസ് ക്ലൈമറ്റ് ചേഞ്ച്. അതായത് എക്സ്ട്രീം ഫ്ലഡും എക്സ്ട്രീം ഡ്രോട്ട്സ് ഒക്കെ വരുന്നത് ക്ലൈമാറ്റിക് ചേഞ്ച് മൂലമാണ്. ഇതൊക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടാകാം. സോ ഇതൊക്കെ ക്ലൈമാറ്റിക് ചേഞ്ചും എൻവയോൺമെന്റൽ ഇഷ്യൂസ് ആയിട്ട് മാറുന്നുണ്ട്. സോ this is the end of our part 2 and അടുത്ത വീഡിയോയുമായി we will come back on the next day. Till then, it's bye from Clare's Colloquy.